അതെ മണി, ഇത് ഒരു മാസം നിന്നോ ഈ ഗ്യാസ്? ഒരു മാസമല്ല, അതിൽ കൂടുതലായേ. 35 ദിവസത്തെ കൂടുതൽ കിട്ടി. 35 ദിവസം നിന്നോ? പക്ഷെ എന്നാലേ ഗ്യാസിന് ഇങ്ങനെ വില കൂടിക്കഴിഞ്ഞാൽ നമ്മൾ എന്തോന്ന് ചെയ്യും? കഞ്ഞി പിടിച്ച് ജീവിക്കണ്ടേ? നീ വിട്ടോ. എടി, ഗ്യാസിന് വില കൂടുമ്പോ മാത്രമേ നിങ്ങൾ അറിയുള്ളൂ. പെട്രോൾ ഡീസലും എല്ലാത്തിലും വില കൂടുന്നുണ്ട്. പക്ഷെ വീട്ടമ്മമാര് അറിയുന്നത് ഗ്യാസിന്റെ വില കൂടുമ്പോഴാണ്. വണ്ടിയും കാറും വേണമെങ്കിൽ ഒഴിവാക്കാലോ, കഞ്ഞിയോടി നിർത്താൻ പറ്റൂലല്ലോ. അല്ല, ഈ ഗ്യാസിനെക്കാളും ഒക്കെ വില കുറഞ്ഞ എന്തെങ്കിലുമൊക്കെ സംവിധാനം കണ്ടുപിടിക്കേണ്ട കാലം കഴിഞ്ഞില്ലേ? ഉണ്ടല്ലോ. എന്തോ വിറക് വെച്ച് കത്തിക്കണം. ഇവിടെ ഇഷ്ടം പോലെ കിടപ്പില്ലേ വിറകാ ഇന്നത്തെ കാലത്താ? എടി, വിറക് ഉപയോഗിച്ചല്ലേ ചെലവും കുറവാണ്, അതുപോലെ തന്നെ ഭക്ഷണത്തിന് നല്ല രുചിയും ഉണ്ടാവും. അറിയാമോ? പക്ഷേ ഇന്നത്തെ കാലത്തെ ഈ വിറകടുപ്പിലെ കരിയും പുകയും കൊണ്ടൊക്കെ ആര് കുക്ക് ചെയ്യാൻ പോവാണ്? നമുക്ക് കാര്യങ്ങളൊക്കെ മറ്റേ എളുപ്പത്തിൽ നടക്കണ്ടേ? ഇതാ പ്രശ്നം. അപ്പൊ പിന്നെ ഗ്യാസിന് വില കൂടിയ കാര്യം പറയരുത്, മനസ്സിലായില്ലേ? ഞാൻ പിടിച്ചോളാം. നീ വിട്ടോ. ഗ്യാസിന് വില കൂടിയ കാര്യം മാത്രം പറയല്ലേ. പിന്നെ ഒരു കാര്യം, ഈ ഗ്യാസിന് വില കൂടിയാലും എന്തൊക്കെ സംഭവിച്ചാലും അവസാനം ഞങ്ങൾ തന്നെ അനുഭവിക്കണമല്ലോ ഇതൊക്കെ പൈസ ചെലവാക്കേണ്ടത്. ഈ ഞങ്ങളെന്ന് പറഞ്ഞാൽ രാവിലെ എഴുന്നേറ്റ് പോയി ജോലിക്ക് പോയി കഷ്ടപ്പെട്ട് കുടുംബത്തിന് വേണ്ടി പാടുപെടുന്ന ഭർത്താക്കന്മാര്. ഓ, നിങ്ങൾ അപ്പൊ രാവിലെ നേരം വെളുക്കുന്നതിന് മുന്നേ എണീച്ച് നടന്നോ? രാവിലെ ഉറക്കം എണീക്കുന്നതിന് മുന്നേ എണീച്ച് അടുക്കളയിൽ കയറി ജോലി ചെയ്ത് ഭക്ഷണം ഉണ്ടാക്കി, ആ ഉണ്ടാക്കിയ ഭക്ഷണം മക്കളെയും ഭർത്താക്കന്മാരെ ഊട്ടി, അത് കഴിഞ്ഞ് അത് ടിഫിൻ പാക്ക് ചെയ്ത് അയച്ച് വീട്ടിലെ ഓരോ പണിയും ചെയ്ത് രാവിലെ എണീച്ച നേരം തൊട്ട് കിടക്കുന്നവരെ റെസ്റ്റ് ഇല്ലാതെ പണിയെടുക്കുന്ന ഞങ്ങളുടെ പണിയൊന്നും ജോലി അല്ലായിരിക്കും അല്ലേ? നീ ഇത്രയൊക്കെ പറയാൻ ഞാൻ ഇവിടെ എന്ത് പറഞ്ഞു? ഈ പറഞ്ഞ ജോലിയൊക്കെ ഉണ്ടല്ലോ, ഞങ്ങളെ ജോലിയായിട്ടല്ല കണക്കാക്കുന്നത്, നമ്മുടെ കടമയായിട്ടാണ് കണക്കാക്കുന്നത്. അതൊക്കെ ഞങ്ങൾ സന്തോഷത്തോടു കൂടിയാണ് ചെയ്യുന്നത്. ഇനി ഇപ്പൊ ജോലിയായി കണക്കാക്കി ആരെങ്കിലും മുതലെടുക്കാനാണ് ഉദ്ദേശിക്കുന്നെങ്കിൽ കണക്ക് പറഞ്ഞ് ശമ്പളം വാങ്ങിക്കാൻ ഞങ്ങൾക്ക് അറിയാം. വരവിയേട്ടാ മണി, എല്ലാവർക്കും ആഗ്രഹമുണ്ട് മണി റെസ്റ്റ് എടുക്കണമെന്നും മൂടി പൊതച്ച് കിടന്ന് ഉറങ്ങണമെന്നും ഒക്കെ, മനസ്സിലായില്ലേ? നീ ആലോചിച്ച് നോക്ക്, ഞങ്ങള് രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോയി മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ സ്ട്രെസ് ഒക്കെ അനുഭവിച്ച് അധ്വാനിച്ച് വീട്ടില് കാശ് കൊണ്ടുവരുന്നത്. ഞങ്ങൾക്ക് വെളിയിറങ്ങുമ്പോഴേക്കും ആഹാരമൊക്കെ നന്നായിട്ട് വാങ്ങിച്ച് കഴിക്കാനൊക്കെ അറിയാം, ഇഷ്ടംപോലെ സൗകര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ കറങ്ങി നടക്കാനൊക്കെ അറിയാം. ഞങ്ങളതൊന്നും ചെയ്യാറില്ലല്ലോ. എന്താണ് ഭാര്യയുടെ മക്കളുടെ മുഖം ഓർമ്മ വരും, മനസ്സിലായ? അപ്പം ഞാൻ പറഞ്ഞു പറഞ്ഞത്, ഈ കുടുംബജീവിതത്തിൽ ഭാര്യയ്ക്കും ഭർത്താവിനും തുല്യ പങ്കാളിത്തം തന്നെയാണ്. ആണല്ലോ, സമ്മതിച്ചേ. ഇത്രയും ഞാനും ഉദ്ദേശിച്ചുള്ളൂ. ആ പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലായോ ഇല്ലയോ എന്ന് മാത്രം എനിക്ക് മനസ്സിലായില്ല. ഇപ്പൊ മനസ്സിലായി, ക്ലിയർ ആയിട്ട്. എനിക്കറിയാം. നീ കത്തിച്ചു നോക്ക്. ലൈറ്റർ അവിടെ മോളിൽ ഇരിക്കെടുത്തോ, ഓൺ ചെയ്തോ? കത്തിച്ചു നോക്ക്. ഓക്കെ അല്ലേ? അതെ, ഒരു കാര്യം പറയട്ടെ. ഇന്നിനിപ്പോ ചോറും കറിയൊക്കെ വെച്ച് കഴിഞ്ഞാലേ ഒരുപാട് ലേറ്റ് ആവും. കഞ്ഞിയും പയറും ആക്കാം. ഒരുമിച്ചുണ്ടാക്കട്ടെ, അരിയും പയറും കൂടി ഒരുമിച്ചിട്ട്. അങ്ങനെയാണെങ്കിൽ രണ്ടൊന്ന് വറ്റൽ മുളകും കൂടി ഇട്ട് ചെറിയ ഉള്ളിയും കൂടി ഇട്ട് ഒരുമിച്ച് ഉണ്ടാക്കി അടിപൊളിയായിരിക്കും. പിന്നെ ഒരു തേങ്ങാ ചമ്മന്തിയും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളി. അത് ഞാൻ ഉണ്ടാക്കാം. പിന്നെ മണി, പിള്ളേർക്ക് അത് മതിയോ? പിള്ളേർക്ക് അത് മതി. കഴിച്ചില്ലെങ്കിലേ പട്ടിണി കിടന്നിട്ട് ഒരു കുഴപ്പമില്ല. അച്ഛാ, അച്ഛൻ എവിടെ ഇരിക്കായിരുന്നോ? എന്താ അച്ഛനോട് ഇരിക്കാൻ പാടില്ലേ? അയ്യോ, അച്ഛൻ എവിടെ വേണോ ഇരിക്കാ. അതെ, അപ്പച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നു, അച്ഛന്റെ ഫോണില് കിട്ടുന്നില്ല. കിട്ടുന്നില്ലേ? എന്റെ ഫോൺ അവിടെ ഉണ്ടല്ലോ. എന്തിനാ വിളിച്ചേ? അതൊന്നും എനിക്കറിയില്ല, എന്നോട് പറഞ്ഞില്ല. അവൾ എന്തിനാ വിളിച്ചതെന്ന് ഇവളോടാണോ ചോദിക്കുന്നത്? ചിന്നുനെ വിളിച്ച് ചോദിക്കേ. ചെല്ല്. എന്താണോ എന്തോ. അമ്മ, ചോറായോ? ചോറായി, ചിക്കൻ കറിയായി, ബീഫ് ഉലർത്തിയതായി, പുളിശ്ശേരി ഉണ്ട്, ക്യാബേജ് തോരനുണ്ട്. ഉരുട്ടി തരട്ടെ? അമ്മ സീരിയസ് ആയിട്ടാണ് പറഞ്ഞത്, അതന്നെ ആക്കിയതാണോ? നിനക്ക് എന്ത് തോന്നി? ആക്കിയതായിട്ട് തോന്നിയല്ലേ? എടി, രാവിലെ ഗ്യാസ് തീർന്നിട്ടേ ഇപ്പോഴാണ് സിലിണ്ടർ കിട്ടിയത്, ഇപ്പൊ എടുത്ത് വച്ചതേ ഉള്ളൂ. നിനക്കൊന്നും പിന്നെ ഒന്നും അറിയേണ്ട ആവശ്യമില്ലല്ലോ. സമയങ്ങളിൽ വന്ന് ചോദിക്കാറിയാം. അമ്മ ചോറ്, അമ്മ ചായ, അമ്മ ബദാം, പാല്, ഇങ്ങനെ പറയും. പന പോലെ വളർന്നു. കെട്ടിച്ചുവിടാണ്ട പ്രായമായല്ലോ, ഒരു ഉത്തരവാദിത്വം ഇല്ല രണ്ടെണ്ണത്തിന്. അമ്മേരെ മൂഡ് ശരിയല്ല, ഞാൻ പിന്നെ വരാം. അമ്മ, ഇവിടെ ആരാ കെട്ടിക്കാൻ പോണേ? എന്നെ? അമ്മയെ കെട്ടിക്കാൻ. നിനക്കുള്ള പ്രശ്നമുണ്ടോ? എനിക്കെന്ത് പ്രശ്നം? സന്തോഷമേ ഉള്ളൂ. ശരി, സന്തോഷിച്ചോ. അമ്മേരെ മൂഡ് ശരിയല്ല, നീ വാ. മൂഡ് ശരിയല്ലേ അമ്മ? ഹലോ ചിന്നു, എടി നീ പറഞ്ഞ ക്ലിയർ ആവുന്നില്ല, വിട്ടാണ് കേക്കണേ. ചിന്നു, എന്താ? അച്ഛാ, എന്തു പറഞ്ഞു? ഹലോ, ചിന്നു മോളെ, എടി എന്താ? ഹലോ,
എന്തോ കേൾക്കുന്നില്ല, വിട്ടാ കേൾക്കുന്നത്. അവൾ എന്തൊക്കെയാ പറയുന്നു. ഒന്നുകൂടെ വിളിച്ചു നോക്ക്. നോക്കട്ടെ. ഔട്ട് ഓഫ് കവറേജ് ഏരിയ. നെറ്റ്വർക്കിന്റെ എന്തെങ്കിലും ഇഷ്യൂ ആയിരിക്കും. നിന്നെ അവളെ എപ്പോഴാ വിളിച്ചേ? വിളിച്ചിട്ട് 1 മണിക്കൂറായി കാണും. 1 മണിക്കൂർ? എന്നിട്ട് നീ ഇപ്പോഴാണോ പറയുന്നത്? അത് അപ്പച്ചി വിളിച്ചതിന് ശേഷം എന്റെ ഒരു ഫ്രണ്ട് വിളിച്ചു. അത് വിളിച്ച് കട്ടായപ്പോഴത്തേക്ക് ഞാൻ മറന്നുപോയി. പിന്നെ വീണ്ടും അപ്പച്ചി വിളിച്ചു. അപ്പോഴാണ് ഞാൻ അച്ഛനോട് വന്ന് പറഞ്ഞത്. ബെസ്റ്റ്. അപ്പോഴാണ് അച്ഛനത് വന്ന് പറയണത്. സോറി അച്ഛാ, ഞാൻ മനഃപൂർവ്വം അല്ലല്ലോ, മറന്നുപോയതല്ലേ. ഓറി അച്ഛ, അവൾ ഇനി വല്ല അത്യാവശ്യത്തിനാണ് വിളിച്ചെങ്കിലോ? എനിക്കങ്ങനെ അറിയാം. അത് അപ്പച്ചിരി തന്നെ ചോദിക്കാം. ചിന്നുനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. കിട്ടണില്ലേ? എന്തിനു വിളിച്ചോ? എന്താണെന്ന് അറിയില്ല. അതെ, വിളിച്ച ഉടനെ പറയണ്ടേ? എന്നിട്ട് അവൾ ഇപ്പോഴാണ് പറയണത്. എന്തോന്ന് മക്കളെ, നേരത്തെ കാലത്തും പറയണ്ടേ? ഓട്ടോറിക്ഷ വന്നു. അപ്പച്ചി മക്കളെ, അല്ല അപ്പച്ചി കുറച്ചു നേരത്തെ മുമ്പ് വിളിച്ചല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ആര് വിളിച്ച്? ഇല്ല, അപ്പച്ചി വിളിച്ചു. നീ സ്വപ്നം കണ്ടായിരിക്കും. അമ്മ, അമ്മേ. എത്ര നാളായി എന്റെ അച്ഛമ്മയെ കണ്ടിട്ട്. അച്ഛനാണെങ്കി അങ്ങോട്ട് വരുന്നു, പോകാനും സമ്മതിക്കൂല. അതെ അതെ, നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നേ ഇല്ലല്ലോ. ഞാൻ അന്വേഷിക്കുന്നുണ്ട്. രവിയേട്ടാ, നിങ്ങൾ എന്തിനാ ഇവിടെ ഒന്ന് ചാടിക്കറി ഇരുന്നേ? മണി, എനിക്ക് പേടിയാ മണി, നീ പോ. ഞാൻ അങ്ങോട്ടൊന്നും പോകില്ല. അമ്മയ്ക്ക് എന്നെ കാണുന്നേ കലിപ്പാണ്. അതിനേക്കാൾ വലിയ കലിപ്പാണ് അമ്മയ്ക്ക് എന്നെ കാണുന്നത്. മര്യാദക്ക് അമ്മനെ ഫോൺ വിളിച്ചിരുന്നെങ്കിൽ വല്ല പ്രശ്നം ഉണ്ടാവുമായിരുന്നോ? നീ സമയത്ത് എന്നെ കുറ്റപ്പെടുത്താതെ നീ ഒന്ന് ചെല്ലുമണി അങ്ങോട്ട്. വീട്ടിലോട്ടും പോകത്തില്ല, അമ്മ വിളിക്കത്തുമില്ല. ബാങ്കിലെ തിരക്കാണെന്ന് പറഞ്ഞ് വീട്ടിലെ കാര്യങ്ങളൊക്കെ മാറ്റി വയ്ക്കും. അതല്ലേ ഇപ്പൊ അനുഭവിക്കണേ. എന്നിട്ട് അമ്മ എന്നെ കുറ്റം പറയുള്ളൂ, നിങ്ങളെ ഞാൻ വിടാത്തതാണെന്ന്. മണി, അമ്മ വല്ലതും പറയുമെങ്കിലും അമ്മയ്ക്ക് നിന്നെ ജീവനാണ്. നീ ചെല്ല്, താഴോട്ട് ചെല്ല്. നീ ചെന്ന് ഒന്ന് തണുപ്പീര്, അപ്പോഴത്തേക്ക് ഞാൻ അങ്ങ് വരാം. ഈടാ, അങ്ങ് പള്ളി പോയി പറഞ്ഞാൽ മതി, ഞാൻ പോകൂല. മണി, നീ പോവും മണിയാവും. എന്തൊരു പേടിയാണ് നിങ്ങൾക്ക്. നീ ചെല്ല്, ഇത് ഞാൻ വന്നപ്പോ. ഞാൻ ഒരു കാര്യം പറയാം, ഞാൻ അമ്മയടുത്ത് പോയി പറയും കേട്ടോ, ഇവിടെ വന്ന് പേടിച്ച് ഒളിച്ചിരിക്കുകയാണെന്ന്. മണി, അമ്മ കൂടി പോയി എന്തോ 2 അടി തരും, അതല്ലേ ഉള്ളൂ, കൊല്ലൊന്നുമില്ലല്ലോ. വാ. എന്നാലും നീ ചെല്ല്, ഞാൻ പയ്യെ വരാം. നീ ആദ്യം ചെന്ന് തണുപ്പീരമ്മേ. ഒന്നുമില്ല, മര്യാദയ്ക്ക് വരുന്നുണ്ടോ? ഞാൻ പറയണോ അമ്മ എടുത്ത് പോയിട്ടു? അവരൊക്കെ എവിടെയടി? ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നേണേ, ഇപ്പൊ കാണാനില്ല. മണി, ഒരു കാര്യം ചെയ്യാം, പറയട്ടെ, നമുക്കൊന്നും അറിയാത്ത പോലെ പോ. നീ എന്നൊന്നും ചെയ്യും. അച്ഛാ, അച്ഛാ, അമ്മ. എന്താ മക്കളെ? അയ്യോ അമ്മ, ചിന്നു, അമ്മ എപ്പോ വന്ന്? ഞാൻ വന്നിട്ടേ 10-70 വർഷമായി. അല്ല എടാ, എന്നെ കണ്ടോണ്ട് രണ്ടും കൂടെ ഒളിച്ചതല്ലേ പോയി. അമ്മ എന്തമ്മ വിളിച്ചു പറയാത്ത വരുന്ന്? ഓ, കെട്ടിലമ്മയോട് പറഞ്ഞാലേ ഇങ്ങോട്ട് എനിക്ക് വരാനൊക്കെ തൊള്ളല്ലേ. അമ്മ വല്ലാതെ ക്ഷീണിച്ചു പോയി. നീ എന്തോ ചിന്നു, അമ്മയ്ക്ക് സമയം ആഹാരം ഒന്നും കൊടുക്കില്ലേ? അയ്യോ, അമ്മയുടെ അടുത്ത് ഭയങ്കര സ്നേഹമുള്ള ഒരു മോൻ. അമ്മ ആഹാരം കഴിച്ചോ ഇല്ലയോ എന്നൊക്കെ അറിയണമെങ്കിലേ ആണ്ടിലും സംക്രാന്തിക്കെങ്കിലും വീട്ടിൽ വരണം. വരൂലല്ലോ. അവൻ എവിടുന്നടി സമയം? അവനൊന്ന് മൂത്രം ഒഴിക്കണമെങ്കിൽ ഇവളുടെ അനുവാദം വേണം. അതെന്നമ്മ അങ്ങനെ പറഞ്ഞേ? നിങ്ങൾക്ക് സമാധാനമല്ലോ അമ്മയുടെ കുത്തുവൊക്കെ എന്നെ കേൾപ്പിച്ചപ്പോഴത്തേക്കും. അല്ലെങ്കിലും എന്നെ ആർക്കും ഇഷ്ടമല്ലല്ലോ. നമ്മൾ ചങ്കെടുത്ത് കാണിച്ചാലും അമ്മയ്ക്ക് നാത്തൂനെ എന്നെ പിടിക്കൂല. ഓ, നീ ഇങ്ങനെ പൂങ്കണ്ണീർ ഒഴുക്കാൻ വേണ്ടി ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. ഇതേത് അടവ് ചേച്ചി? ഇത് 18ാമത്തെ അടവടി. ഇത് പുലിനടയിലെ 19ാമത്തെ അടവ്. അമ്മ അവള് കരയുന്നമ്മ. ഓ, നീ ഇങ്ങനെ കരയൊന്നും വേണ്ട. അമ്മയെ വിളിക്കാനും അമ്മയെ വന്ന് കാണാനൊക്കെ ഞാൻ എപ്പോഴും പറയാറുണ്ട്. പക്ഷെ ബാങ്കിലെ തിരക്കൊക്കെ അമ്മയ്ക്ക് മനസ്സിലാവുമെന്ന് പറഞ്ഞു. അവസാനം കുറ്റം വന്നപ്പോ എന്റെ തലയിലായല്ലോ, സമാധാനമായല്ലോ. നിന്നോട് കരയണ്ടെന്ന് പറഞ്ഞില്ലേ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എനിക്ക് ഒന്നും മനസ്സിലിരിക്കത്തില്ല. എനിക്ക് പറയണ്ടൊക്കെ ഞാൻ മുഖത്തോക്കി അങ്ങ് പറയും. അതാ എന്റെ ഒരു കുഴപ്പം. കണ്ട, അത്രേ ഉള്ളൂ. അമ്മയ്ക്ക് നമ്മളോട് ദേഷ്യമൊന്നും ഇല്ല മണി. അലവലാതി, ആര് പറഞ്ഞ ദേഷ്യമില്ലെന്ന്? എനിക്ക് നിന്നെ കണ്ടെടുത്താ കണ്ടൂടാ. അണ്ണാ ചുമ്മാ പറയുന്ന അണ്ണ. ഇന്നലെ രാത്രി എന്റെ അടുത്ത് പറഞ്ഞേ, രവി അത്യാവശ്യമായിട്ടൊന്ന് കാണണം, ഒന്ന് കൊണ്ടുപോകുന്നു. വിളിച്ചു പറയട്ടെ ഞാൻ ചോദിച്ചണ്ണ, സമ്മതിച്ചില്ല. വന്നിട്ട് പറയാന്ന്. അതെന്താ അച്ഛമ്മ?
ഓ അത് പിന്നെ അത് പിന്നെ ഒന്നുമില്ല. എന്റെ മോന്റെ കയ്യിൽ പൈസയേ ഇല്ല, അമ്മ വരുന്നെന്ന് പറഞ്ഞ് ഓരോന്ന് വാങ്ങിച്ചു കൂട്ടും എന്ന് പ്രത്യേകം പറഞ്ഞു. വിളിച്ച് പറയല്ലേ എന്ന് പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അണ്ണാ, അല്ലാതെ കുഴപ്പമൊന്നുമില്ല. എന്റെ അച്ഛമ്മയ്ക്ക് അച്ഛനെ പറ്റി എന്തൊരു കൺസേൺ ആണ്. ഇത്രയും തങ്കപ്പെട്ട എന്റെ അച്ഛമ്മയാണ് അച്ഛൻ ഒന്ന് കാണാൻ പോകാത്തത്. വളരെ മോശം അച്ഛൻ. കൊച്ചെ എരുതിയിൽ എണ്ണ ഒഴിക്കരുത് കേട്ടോ. എടാ ഇവള് പറഞ്ഞാൽ എന്താ തെറ്റ്? പെറ്റതള്ള ചത്തോ ജീവിച്ചിരിപ്പുണ്ടോന്ന് അന്വേഷിക്കാൻ എനിക്ക് സമയമില്ല. അതങ്ങനെ തള്ളയോട് സ്നേഹം വേണ്ടേ? അമ്മ പറഞ്ഞ കേട്ടോ ഞാൻ എനിക്ക് അമ്മയോട് സ്നേഹമില്ലെന്നാണ്. സംശയം എന്ത്? അമ്മയുടെ അടുത്ത് മാത്രമല്ല കൂടപ്പിറപ്പിന്റെ അടുത്തും ഒരു സ്നേഹവും ഇല്ല. നീ ഇത് പറയണോടി. അല്ല ഞാനിത് കേൾക്കേണ്ടവനാണ്. അമ്മയല്ലേ പറഞ്ഞത് എപ്പോഴും ചെയ്യുന്ന ജോലിയിൽ ആത്മാർത്ഥത വേണമെന്ന്. ഞാൻ ചെയ്യുന്ന ജോലി വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു ജോലിയല്ലേ. ഓഫീസിൽ ഇരുന്ന് ചെയ്താൽ തീരാത്ത വർക്ക് ഞാൻ വീട്ടിൽ വന്നിരുന്ന് അവധി ദിവസം കൂടെ ഇരുന്ന് ചെയ്താണ് തീർക്കുന്നത്. അറിയാമോ? രണ്ടറ്റവും കൂടെ കൊണ്ട് മുട്ടിക്കാൻ പറ്റുന്ന പാട് എനിക്കറിയാം. ഞാനുണ്ടല്ലോ എപ്പോഴും ഇവിടെ പറയാൻ എന്താ അറിയുമോ, എന്റെ ബുദ്ധിമുട്ടും സമയക്കുറവും കഷ്ടപ്പാടും ഒക്കെ ഒരേ ഒരാൾക്കേ മനസ്സിലാവുള്ളൂ, എന്റെ അമ്മയ്ക്ക്. അറിയാമോ? പടിയത് ചോദിച്ചു നോക്ക്. അച്ഛമ്മ അച്ഛ ഇപ്പൊ കരയായി. അയ്യോ പോത്ത് പോലെ വളർന്നല്ലോടാ, നിന്നെ കിണുങ്ങുന്നു ഒരു ബാങ്ക് ഉദ്യോഗസ്ഥൻ. കഷ്ടം. അതങ്ങനെ വളർത്തു ദോഷം. ഡേ ഞാൻ എന്റെ മോനോട് പലതും പറയും. നീ എന്തായാലും പറഞ്ഞോണ്ടല്ലോ, അടി വായിക്കും കേട്ടോ. നല്ല അച്ഛപ്പം കൊള്ളാം അച്ഛമ്മ. തിന്ന് തീർക്ക്. അമ്മ എന്തമ്മ വിളിച്ചു പോലും പറയാതെ ഇങ്ങോട്ട് വന്നത്? അമ്മയ്ക്ക് എന്നെ കാണണമെന്ന് പറഞ്ഞ ഒന്ന് വിളിച്ചാ പറയും, ഞാൻ അങ്ങ് വരൂലേ? ഞാൻ നിന്നെ കാണാനല്ല വന്നത്, ഞാൻ എന്റെ മക്കളെ കാണാനാ വന്നത്. എന്തായാലും അമ്മ വന്ന് നന്നായി. എത്ര ദിവസമായി അമ്മ വന്നിട്ട്? എന്തായാലും ഇനി കുറച്ച് ദിവസം കഴിഞ്ഞ് പോയാൽ മതിയേ. ഞാൻ പോകുന്നില്ലെങ്കിലും അത്രയും സന്തോഷം. അമ്മ ഇവിടെ നിൽക്കുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഭയങ്കര സന്തോഷം. അമ്മ ഇങ്ങനെയൊക്കെ പറയും. അമ്മ 2 ദിവസം കഴിയുമ്പോഴേ പോരെടുത്ത് നമ്മളെ പുറത്താക്കും. അതെ അതെ. ഞാനേ നിന്റെ അടുത്ത് പോരെടുക്കും, പക്ഷെ ഞാൻ അമ്മയുടെ അടുത്ത് പോരെടുക്കില്ല. അമ്മേനെ എനിക്കിഷ്ടം. മണി ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കാതെ അമ്മയ്ക്ക് കഴിക്കാൻ എന്തെങ്കിലും എടുക്ക്. അമ്മ ഇന്ന് ഉച്ചത്തേക്കേ പയറ് കഞ്ഞിയാണേ, കുറച്ച് പയറ് കഞ്ഞി എടുക്കട്ടെ എല്ലാവർക്കും. അച്ചാറും ചമ്മന്തി. കഞ്ഞി നമ്മ നമ്മള് പറയാതെ വന്നപ്പോ കഞ്ഞി പറഞ്ഞിട്ട് വന്നിരുന്നെങ്കിലോ ഇവള് പച്ചവെള്ളം തരുവോ? അത് തന്നെ. കൂടി അതല്ല അമ്മ, ഇന്ന് ഇവിടെ ഗ്യാസ് തീർന്നു പോയി. ഗ്യാസ് വന്നപ്പോ തന്നെ ഏതാണ്ട് ഉച്ച സമയമായി. പിന്നെ അതുകൊണ്ട് പിന്നെ ചോറും കറിയൊന്നും ഉണ്ടാക്കില്ല, കഞ്ഞിയും വേറും വെച്ച്. അതെനിക്ക് മനസ്സിലായി. എന്നെ കണ്ടപ്പോ തന്നെ എന്റെ ഗ്യാസ് പോയി. കഞ്ഞി എടുക്കട്ടെ. കഞ്ഞി എങ്കിൽ കഞ്ഞി. അമ്മ എനിക്കൊന്നും കൊണ്ടുവന്നില്ലേ അമ്മ? ഉണ്ടല്ലോ, നിനക്ക് കൊണ്ടുവരും. നിനക്കിനി ഉള്ളത് ഞാനുണ്ടല്ലോ. ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് മൊത്തമായിട്ട് ചില്ലറായിട്ട് തന്നേച്ചേ പോത്തുണ്ട്. അച്ഛമ്മേ ഞങ്ങൾ ഈ ബാഗൊക്കെ മേലെ കൊണ്ട് വെച്ചിട്ട് വരാം. ശരി ശരി ശരി. രവി, എന്തമ്മ? അല്ല നിന്റെ തിരക്കൊക്കെ കഴിഞ്ഞോ? പറയമ്മ. എന്ത്? എനിക്ക് നിന്നോട് അത്യാവശ്യമായിട്ടൊരു കാര്യം സംസാരിക്കാനുണ്ട്. അമ്മ പറ. അങ്ങനെ എടുത്തിയാടിയൊന്നും പറയാനൊക്കത്തില്ല. നിന്റെ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് പറ. അപ്പൊ പറയാം. അപ്പൊ ഞാനേ ഒന്ന് മേളിൽ പോയി റെസ്റ്റ് എടുക്കട്ടെ. അയ്യോ എടി ചിന്നു, അമ്മ എന്തടി പറയാൻ വന്നത്? എനിക്കങ്ങനെ അറിയാം. കുറെ നാളിന് ശേഷം കാണുന്നതല്ലേ, എന്തെങ്കിലും പറയാൻ കാണും. ഞാൻ പോകും. അമ്മ ഇത്ര കാര്യമായിട്ട് പറയാനുള്ളത്? മോഭാവം കണ്ടിട്ട് നല്ല സീരിയസ് ആയിട്ടുള്ള കാര്യമാണല്ലോ. പെട്ടെന്ന് വിളിച്ച് പറഞ്ഞ് അങ്ങോട്ട് പോണെന്ന്. സാറിന്റെ ഓരോ കാര്യങ്ങൾ. അച്ഛാ, അച്ഛൻ എങ്ങോട്ട് പോകുന്നേ? ഞാൻ ഒന്ന് ഓഫീസ് വരെ പോണു മോളെ. ഈ സമയത്ത് അച്ഛൻ വന്നിരിക്കുമ്പോഴാ? അച്ഛമ്മ വന്നിരിക്കുന്നത്. പക്ഷെ രാംകുമാർ സാർ ഇപ്പൊ വിളിച്ച് പെട്ടെന്ന് അങ്ങോട്ട് പോകാൻ പറഞ്ഞു. ഒരു അത്യാവശ്യ കാര്യമുണ്ടെന്ന് തോന്നുന്നു. എന്തോന്ന് അച്ഛാ? അച്ഛൻ രാംകുമാർ സാറാണ് അച്ഛമ്മയാണോ വരുന്നത്? ശരി, വലുത് അച്ഛമ്മ തന്നെ. പക്ഷെ ഈ അച്ഛമ്മ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് ജോലിയാണ് മുഖ്യെന്ന്. മനസ്സിലായ? അതൊക്കെ അച്ഛമ്മയ്ക്ക് അറിയാം. ഞാൻ പറഞ്ഞോളാം. അച്ഛാ ഒന്ന് ഫോൺ വിളിച്ചാ പോരെ സാറിനെ? സാറല്ലേ ഇങ്ങോട്ട് വിളിച്ചു പറഞ്ഞു അത്യാവശ്യം പറഞ്ഞ മനസ്സിലാവൂലേ? മോളെ കുഴപ്പമില്ല, അച്ഛൻ പെട്ടെന്ന് വരാം. നിങ്ങൾ അച്ഛമ്മയുടെ കാര്യങ്ങൾ നോക്കിയാൽ മതി. അല്ല അച്ഛാ, അമ്മയുടെ അടുക്കളയില്. അതെ അച്ഛാ, അച്ഛൻ എന്തോ കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞില്ലേ? പറഞ്ഞാ അതെന്തെങ്കിലും ഐഡിയ ഉണ്ടോ? എന്റെ അടുത്ത് പറഞ്ഞു, ചോദിച്ചു പറഞ്ഞു പിന്നെ പറയാന്ന് പറഞ്ഞു. അതൊക്കെ തന്നെ, പക്ഷെ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? എന്താണ് സംഭവം? വല്ലതും എനിക്ക് എങ്ങനെ അറിയാം? എങ്ങനെ കണ്ടുപിടിക്കും നമ്മളത്? പോയിട്ടപ്പോ വരും. ചിന്നുവിന്റെ അടുത്ത് വരും, ചിലപ്പോ അവൾക്ക് അറിയായിരിക്കും. ചിന്നു ഞാൻ പോയിട്ട് ഉടനെ വരും. സാറിന് ഒരു ഫയലൊന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞു. സാറ് പറഞ്ഞ് അതെടുത്ത് കൊടുത്തിട്ട് അതും കൊടുത്തിട്ട് ചിലപ്പോൾ സാറിന്റെ കൂടെ ഒന്ന് ഇൻസ്പെക്ഷൻ ഒന്ന് പോകണം. എന്നാലും ഒരു മണിക്കൂർ 2 മണിക്കൂറുള്ളിൽ വരും. പെട്ടെന്ന് വാ, അച്ഛമ്മയുടെ സ്വഭാവം അറിയാലോ. ഉടനെ വന്നാലേ അച്ഛമ്മ എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് നേരത്തെ അറിയാൻ പറ്റും. നിങ്ങൾ അച്ഛമ്മയുടെ കാര്യമൊക്കെ നോക്ക് കേട്ടോ. അച്ഛൻ പോയിട്ട് വരട്ടോ. എന്റെ പേന എവിടെ? അവിടെ ഉണ്ട്. ഒരു കാര്യം പറഞ്ഞോട്ടെ, അച്ഛമ്മയുണ്ട്. ഇന്നെങ്കിലും വഴക്ക് കൂടല്ലേ?
കുറച്ച് സ്നേഹമായിട്ട് ഇരിക്കണം കേട്ടോ. നമ്മൾ ചങ്കും കരളും. ചങ്കും കരളും എനിക്കറിയാം, അല്ലേ എന്റെ ചങ്കത്താണല്ലോ കൊള്ളുന്നത്. മണി, എടി അപ്പച്ചി എന്നെ വിളിച്ചിട്ട് അത്യാവശ്യമായിട്ട് അച്ഛൻ്റെ കൊടുക്കാൻ പറഞ്ഞത് എന്തായിരിക്കും ഫോണ്? എനിക്കതാണ് മനസ്സിലാകാത്തത്. എന്നിട്ട് വിളിച്ചോടെ വരികയും ചെയ്തു അച്ഛമ്മേലൂടെ. എന്തോ കൊനഷ്ടമുണ്ട്. എന്തോ ഉണ്ടടേ. അല്ലെങ്കിൽ അങ്ങനെ ചെയ്യൂല. അതുപോലെ എന്തോ അച്ഛമ്മ എന്ത് കാര്യം പറയാനായിരിക്കും? എന്തോ ആയിരിക്കും. എന്തോ നമുക്ക് അപ്പച്ചിയുടെ വയ്യ ചോദിച്ചാലോ? പറയൂ. ചോദിച്ചു നോക്കാലോ. സോപ്പിടാം. അതേ നടക്കും. വാ. മണി, ഓ ഭയങ്കര മഴയാണല്ലോ മണി. അയ്യോ, വർഷം മൊത്തം മഴ എന്നുള്ള അവസ്ഥ. എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്? എടീ, അമ്മ എവിടെ? അമ്മ അവിടെ പിള്ളേരെ കൂടെ ഇരിക്കുന്നു. അമ്മ വല്ലതും പറഞ്ഞോ? എന്റെ അടുത്ത് പറയുന്നു തോന്നുന്നുണ്ടോ? നിങ്ങളുടെ അടുത്തല്ലേ പറയുന്നു പറഞ്ഞത്? എന്നോടൊന്നും പറഞ്ഞില്ല. ചിന്നുവിനെ അറിയായിരിക്കും. നീ ഒരു കാര്യം ചെയ്യൂ, ചിന്നുവിനെ പതുക്കെ സോപ്പിട്ട് അവിടുത്തെ കാര്യം ചെയ്യും. ചോദിച്ചു നോക്കാം. പറയാം കേൾക്കാം. എന്താ ഒന്നും പറഞ്ഞില്ല അമ്മ. സാർ അവിടെ വെയിറ്റ് ചെയ്യുന്നു, അതുകൊണ്ടാ. ഇല്ലെങ്കിൽ ഞാൻ കോട്ടുണ്ടല്ലോ വണ്ടിയിൽ. ആ കോട്ട് വേണ്ട, ഇനിയിപ്പോ ഞാൻ പെട്ടെന്ന് പോകാൻ നോക്കട്ടെ. മഴയാണെങ്കിൽ ഒതുക്കി നിർത്തണം കേട്ടോ, ഓടിക്കല്ലേ. ഇല്ലേ പറ്റുള്ളൂ. എടീ, നിനക്കൊരു ക്ലൂ പോലും കിട്ടിയില്ലേ എന്തോന്നാണ് കാര്യം എന്ന്? എനിക്കൊന്നും മനസ്സിലായില്ല. എനിക്ക് മനസ്സിലായി ഞാൻ പറയൂലേ. എന്തോ സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്, അല്ലെങ്കിൽ അപ്പച്ചി ഇത്ര പെട്ടെന്ന് വരില്ല. അതെ, അച്ഛനെ മാത്രം മാറ്റി നിർത്തി അച്ഛമ്മ എന്തോ പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ടെന്ന് പറയണമെങ്കിൽ that means എന്തോ പ്രധാനപ്പെട്ട കാര്യം തന്നെ ആയിരിക്കും. അയ്യോ, പുതിയ കണ്ടുപിടുത്തം. ഇവിടെ ഞങ്ങൾക്ക് ആർക്കും മനസ്സിലായില്ലല്ലോ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി നീ പറയണം. എണീറ്റ് പോടി, പഠിക്കാവൊന്നുമില്ല നിനക്ക്. നമ്മളാരായി? ചിലപ്പോ സ്വത്തിന്റെ വല്ല കാര്യം പറയാനാണെങ്കിലോ? അതിന് എന്തോ സ്വത്തിരിക്കണം. എന്തോ നടി, നീ വലിയ പാരമ്പര്യ സ്വത്തുകാരി. ഞങ്ങളുടെ കയ്യിൽ പൈസയൊന്നുമില്ല, ഞങ്ങൾ പാവപ്പെട്ടവര്. ഓ, സ്വത്ത്. ഒരു തമാശക്ക് പറഞ്ഞല്ലേ? ഇതാണോ അടി തമാശ? അല്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബക്കാരെ കളിയാക്കാൻ കിട്ടുന്ന ഒരു അവസരവും നീ പാഴാക്കില്ല. എന്നിട്ട് നീ അങ്ങനെ പറഞ്ഞേ? അല്ലെങ്കിൽ എനിക്കിത് കിട്ടണം. എന്റെ അച്ഛനെ ഇങ്ങനെ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞോടനോ ചാടിക്കറി യെസ് പറഞ്ഞിട്ട് ഇത്രയും വർഷം അങ്ങനെയോടെ ജീവിച്ചതിന് എനിക്കിത് കിട്ടണം, അനുഭവിച്ചേ വരുള്ളൂ. ഒന്ന് നിർത്താവോ രണ്ടുപേരും കൂടെ? എനിക്ക് തലഭ്രാന്ത് എടുക്കണം. നിന്നെ ആരിവിടെ പിടിച്ചിരുത്തിയ? നീ വന്നിരുന്നേ അല്ലേ? അല്ലെങ്കിൽ ഒരു മനുഷ്യൻ വാ തുറക്കം വന്നിരിക്കും ന്യൂസ് പിടിക്കാൻ വേണ്ടി. നിന്നോട് ഞാൻ നേരത്തെ പറഞ്ഞു പഠിക്കാൻ പോവാൻ. ഞാൻ പോണു. ഇവിടെ ഇരുന്നാ ശരിയാവില്ല. ഞാൻ എന്തെങ്കിലും പറഞ്ഞു പോകും. നീ കൂടി ഡയലോഗ് ഒന്നും പറയാ പോടി. അത് നന്നായി അപ്പച്ചി. അല്ലെങ്കിൽ അവൾക്ക് മുതിർന്നവർ സംസാരിക്കും, ഇടയ്ക്ക് കയറി സംസാരമുണ്ട്. നീ നിന്നോട് ഇറങ്ങി പോകാൻ വേണ്ടി വേറെ ഓർഡർ ഇറക്കണോ? പോടി. അമ്മ ഞാൻ പോടി പോ. അമ്മ 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 ചായ ഇട്ടാ? ഇതെന്ത് ചോദ്യം ഇത്? 4 മണിയായില്ലേ? ചായ എടുക്കേണ്ട സമയമായില്ലേ? അത് തന്നെ, ഇതൊക്കെ അറിഞ്ഞു കണ്ട് ചെയ്യണ്ടേടി. അല്ല, അമ്മയുടെ കാര്യം ആയതുകൊണ്ട് അമ്മയുടെ മൂഡ് എങ്ങനെയാണെന്ന് അറിഞ്ഞിട്ടല്ലോ. എന്റെ മൂടിന് എന്താ കുഴപ്പം? എന്റെ അമ്മയുടെ മൂടിന് എന്ത് കുഴപ്പം? നല്ല മൂടല്ലേ? അല്ലെങ്കിൽ നമ്മൾ പാരമ്പര്യമായിട്ട് കുടുംബമായിട്ടേ നല്ല മൂടുള്ള ഫാമിലി അല്ലേ അമ്മ? പിന്നെ അതെ അതെ. ഇല്ല, അവൻ വരാറായില്ലേ? രവിയുടെ ഒരു 5 മണിയെങ്കിലും ആവുമെന്ന് പറഞ്ഞേ. അത്യാവശ്യ കാര്യം ഏതുണ്ടാ പോയത്. അമ്മ ഉള്ളത് കൊണ്ട് പോവാണ്ടാന്ന് പറഞ്ഞു, പക്ഷെ പോവാതിരിക്കാൻ പറ്റൂല. പോവാതിരിക്കാൻ പറ്റിയ എന്തിനാ വെറുതെ അനാവശ്യമായിട്ട് ഇങ്ങനെ ലീവ് എടുക്കുന്നതല്ലേ? ഞാൻ വന്നൊന്നും പറഞ്ഞോണ്ട് ഓ എന്റെ ആവശ്യമൊന്നുമില്ല. ജോലിയല്ലേ ആദ്യം ചെയ്യേണ്ടത്, അതല്ലേ വലിയ കാര്യം. ഇത് ആരെ ഈ പറയുന്നേ? ഇന്നലെ കരച്ചില്, എന്റെ മോൻ എന്നെ കാണാൻ വരുന്നില്ലേ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ പറയുന്ന ആര്? അതൊക്കെ പിന്നെ ഒരു അമ്മയുടെ എണ്ണമല്ലേ, അത് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. അതെന്താ ഒരു കഥകളി? അതെ അമ്മേ, രവിയണ്ണന്റെ അടുത്തേ എന്തോ കാര്യമായിട്ടൊരു കാര്യം പറയണമെന്ന് പറഞ്ഞല്ലോ. അതറിയേ ഇവക്കൊരു ആഗ്രഹം. എനിക്കൊന്നും അറിയണ്ട, ഞാനൊന്നും ചോദിച്ചില്ല. ഇവക്കാണ് ആഗ്രഹം. ഞാൻ ചോദിച്ചില്ല, സത്യം ഞാൻ ചോദിച്ചില്ല. അത് അറിയാഞ്ഞിട്ട് അങ്ങോട്ട് ഇരിക്കപ്പുറതിയില്ല. നിങ്ങളെ രണ്ടിനും എനിക്ക് നല്ലോണം അറിയാം. എന്നാലും എന്തായിരുന്നു പറയില്ല? അത് ലാലിപ്പ വേണ്ട, പിന്നെ പറയാം. പിന്നെ പറയാമെന്നേ.